ഹായ് ഡിയേഴ്സ്, അങ്ങനെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി അടിപൊളിയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ അഗ്നി ബാച്ചിലെ മക്കളും സൂപ്പറായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മുൻപിലുള്ളത് നമ്മുടെ +1 കെമിസ്ട്രിയിലെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. സോ ഈ ഒരു വലിയ ഒരു ചാപ്റ്ററിനെ ഒറ്റയടിക്ക് നമുക്ക് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറിന്റെ 6 സെഷൻസ് ആയിട്ടാണ് നമ്മുടെ അഗ്നി ബാച്ചിൽ ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദ നെക്സ്റ്റ് വീക്ക് നമ്മൾ 6 പാർട്ടുകളായിട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്ററിൽ ഓരോ കോൺസെപ്റ്റും കൃത്യമായി തന്നെ പഠിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ 6ാമത്തെ പാർട്ട് എൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് എക്സാമിലേക്ക് കടക്കുകയല്ല. നമ്മൾ പാർട്ടായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടാതെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ പലരും പറയാറുണ്ട് കേട്ടോ. അതൊരു ഇന്ന് പഠിച്ച് നാളെ കഴിഞ്ഞ് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, കൃത്യമായിട്ട് റിവൈസ് ചെയ്യാതെ വരുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അതിനെയൊക്കെ പരിഹരിക്കുന്നതിനും പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മളൊരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ 6 പാർട്ടായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിനെ ഡീറ്റെയിൽ ആയിട്ട് കെമിസ്ട്രിയിൽ പഠിക്കുന്നു. അതിനുശേഷം ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് കടന്നു വരുന്നത്. മക്കളെ, എക്സാമിന് വരാൻ പോകുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിനുമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. MCQs ഉണ്ടാവും, അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്ക് 3 മാർക്ക് 4 മാർക്സ് 5 മാർക്സ് അങ്ങനെ നിങ്ങൾക്കുള്ള എക്സാക്ട് ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എക്സാം നിങ്ങൾ എഴുതുന്നത് വഴി നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കുമുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. റെഡി? അങ്ങനെ എക്സാം എഴുതി നിങ്ങളെ വെറുതെ വിടുകയല്ല. അതേ ദിവസം തന്നെ ഈവനിങ് ടൈമിൽ നമ്മൾ ആൻസർ കീ ഡിസ്കഷൻസ് കംപ്ലീറ്റ് ചെയ്യും. പല കുട്ടികളുടെയും പ്രശ്നമാണ്, ടോപ്പിക് അറിയാം, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കില്ല അവർ കൃത്യമായിട്ട് കൊടുക്കും. അവരുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ പോയിന്റുകളും അവരതിൽ എഴുതി വെക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ? 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് 5 മാർക്കിന് എഴുതേണ്ട അതേ ഉത്തരമാണോ നമ്മൾ എഴുതേണ്ടത്? ഒരിക്കലും അല്ല, അല്ലേ? സോ ഇതേപോലെ ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെ കൃത്യമായിട്ട് ഉത്തരം എഴുതണം. ഇനി നമ്മൾ ഉദ്ദേശിച്ച അതേ സാധനം തന്നെയാണോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്, എങ്ങനെ അതേപോലെ ടൈം മാനേജ് എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും ഒരു ഉത്തരം നിങ്ങൾക്ക് ആൻസർ കീ ഡിസ്കഷനിലൂടെ ലഭിക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു ജൂലൈ മാസം കൊണ്ട് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ റിവിഷൻ എക്സാം ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യും. ഇതേപോലെ ഓരോ ചാപ്റ്ററുമുള്ള കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മുടെ അഗ്നി ബാച്ചിൽ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അഗ്നി ബാച്ചിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്ററിനെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റാക്കാം. എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നോളൂ. ഓൾ ദി ബെസ്റ്റ്.